കരൾ നൊന്തു പാടിയ പാട്ടുതരാ, കണ്ണിൽ വിടർന്ന കിനാക്കൾ തരാം, കത്തുന്ന നോവിന് പേരുതരാം, കണ്ണീർ കവിളിലോരുമ്മ തരാം. മക്കളെ, നിങ്ങളുടെ കണ്ണീർ കവിളിലൊരു ഉമ്മ തരാൻ ആരെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? പലരുടെയും മുഖങ്ങൾ ഇപ്പോൾ തെളിഞ്ഞു വരുന്നുണ്ടാവും അല്ലേ? അമ്മ, അച്ഛൻ, അല്ലേ, മുത്തശ്ശൻ, മുത്തശ്ശി, കൂട്ടുകാർ. നിങ്ങൾ സങ്കടപ്പെട്ട് നിൽക്കുന്ന സമയത്ത് നിങ്ങളെ ചേർത്ത് പിടിക്കാൻ ആരെങ്കിലുമൊക്കെ ഉണ്ടാവുന്നത് ഭാഗ്യമാണ് അല്ലേ? അങ്ങനെയല്ലേ? ഇത് ടീച്ചർ എഴുതിയ ഒരു പാട്ടിൻ്റെ 4 വരിയാണ് കേട്ടോ. അപ്പോൾ ഇതിൽ പറഞ്ഞിരിക്കുന്നത് എന്താണ്? നമ്മുടെ സങ്കടങ്ങളിൽ നമുക്ക് കൂട്ടായിട്ട് ആരെങ്കിലുമൊക്കെ വേണം നമ്മളെ ചേർത്ത് പിടിക്കാൻ, നമ്മളെ സമാധാനിപ്പിക്കാനൊക്കെ. നന്മയുടെ പൂക്കൾ എന്ന് പറയുന്ന ഒരു പാഠം നമ്മൾ പഠിക്കുന്നുണ്ടേ. എല്ലാവരും അത് വായിച്ചിട്ടുണ്ടോ? അതിൽ മിറി എന്ന് പറയുന്ന അന്ധയായ ഒരു പെൺകുട്ടിയാണ് പ്രധാന കഥാപാത്രം. മിറിക്ക് കണ്ണ് കാണില്ലെങ്കിലും അവളുടെ അച്ഛനും അമ്മയുമെല്ലാം അവളെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് അവൾക്ക് കാഴ്ചയില്ല എന്ന് അവൾ അറിഞ്ഞിട്ടേ ഇല്ലായിരുന്നു. അവളുടെ വീട്ടിൽ നല്ല സ്നേഹമുള്ള ഒരു മുത്തശ്ശനും മുത്തശ്ശിയും ഉണ്ടായിരുന്നു. പെട്ടെന്ന് ഒരു ദിവസം അച്ഛനും അമ്മയും ജോലിക്ക് പോയതാണ്. പക്ഷേ അവർ തിരിച്ചു വരുന്നില്ല. നഗരത്തിലുണ്ടായ ഒരു ഭൂകമ്പത്തിൽപ്പെട്ട് അവരില്ലാതാവുകയാണ്. ആ സമയത്ത് അന്ധയായ മിറി എന്ന പെൺകുട്ടിക്ക് താൻ അന്ധയാണ് എന്ന സത്യം തിരിച്ചറിയുകയാണ്. കാരണം അതുവരെ അവൾക്ക് കാഴ്ചയില്ല എന്നത് അവൾ അറിഞ്ഞിട്ട് പോലും ഇല്ലായിരുന്നു. അച്ഛനും അമ്മയും എല്ലാറ്റിനും കൂടെ നിൽക്കുന്നത് കൊണ്ട് അല്ലേ? പെട്ടെന്ന് അവളുടെ ലോകം അങ്ങ് ഇരുട്ടിലാവുകയാണ്. പിന്നീട് പ്രായമായ മുത്തശ്ശനെയും മുത്തശ്ശിയെയും നോക്കേണ്ട ചുമതല ആർക്കാവുകയാണ്? ഈ കൊച്ചു പെൺകുട്ടിക്കാവുകയാണ്. അവൾക്കാണെങ്കിൽ കാഴ്ചശക്തിയുമില്ല അല്ലേ? പക്ഷേ മുത്തശ്ശനെയും മുത്തശ്ശിയെയും താൻ നോക്കേണ്ടതുണ്ട് എന്നുള്ള തിരിച്ചറിവിൽ ഈ കുഞ്ഞു പിന്നീട് തെരുവിൽ ഷൂ പോളിഷ് ചെയ്യുന്ന ജോലി ഏറ്റെടുക്കാൻ തയ്യാറാവുകയാണ്. നമ്മൾ കാണാറില്ലേ വഴിയിലൊക്കെ ചെരുപ്പ് തുന്നുന്നവരും അല്ലേ, ഷൂസ് പോളിഷ് ചെയ്യുന്നവരെയൊക്കെ. പക്ഷേ ഇതൊരു കുഞ്ഞു കുട്ടിയാണ്, അവൾക്ക് കാഴ്ചയുമില്ല. അവൾ എന്തിനു വേണ്ടിയാണ് ഇത് ചെയ്യുന്നത്? തൻ്റെ മുത്തശ്ശനും മുത്തശ്ശിയും ഈ ഒരു വൃദ്ധരാണ് അവർക്ക് പ്രായമായ ഈ ഒരു സമയത്ത് അവർക്ക് താങ്ങാകാൻ വേണ്ടിയായിരുന്നു, തണലാകാൻ വേണ്ടിയായിരുന്നു അല്ലേ? അങ്ങനെ സ്കൂളൊക്കെ തുറക്കുകയാണ്. സ്കൂളിലേക്ക് വരാത്ത മിറിയെ തിരക്കിയിട്ട് കൂട്ടുകാർ വരുന്ന സമയത്ത് അവർ കാണുന്ന കാഴ്ച എന്താണ്? വഴിയോരത്തിരുന്നു കൊണ്ട്, തെരുവോരത്തിരുന്നു കൊണ്ട് ഷൂ പോളിഷ് ചെയ്യുന്ന മിറിയെയാണ് അല്ലേ? അപ്പോൾ ഇത് കണ്ടപ്പോൾ അവർ ചോദിക്കുകയാണ്, എന്താണ് മിറി, നീ എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത് എന്ന്. അപ്പോൾ അവൾ പറയുന്നു, പ്രായമായ മുത്തശ്ശനെയും മുത്തശ്ശിയെയും നോക്കേണ്ട ചുമതല എനിക്കുണ്ട്, അതുകൊണ്ട് എനിക്ക് ജോലി ചെയ്യണം. മാത്രമല്ല വരുന്നത് തണുപ്പ് കാലമാണ്, അവർക്ക് വേണ്ടിയിട്ട് ഒരു ചൂട് കുപ്പായം വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ജോലി ചെയ്യുന്നതെന്ന്. അത് കേട്ടിട്ട് അവരുടെ മനസ്സ്, ആ കൂട്ടുകാരുടെ മനസ്സ് പൊള്ളുകയാണ്. അവർ തൽക്കാലം അവിടെ നിന്ന് പോകുകയും പിന്നീട് പിറ്റേന്ന് അവർ തിരിച്ചു വരികയും അവരുടെ കയ്യിൽ 2 ചൂട് കുപ്പായം ഉണ്ടായിരുന്നു. തണുപ്പ് കാലത്ത് മുത്തശ്ശനും മുത്തശ്ശിക്കും കൊടുക്കാൻ വേണ്ടി അവർ എല്ലാവരും ചേർന്ന് സ്വരൂപിച്ച പൈസ വെച്ചിട്ട് അവർ വാങ്ങിയ ചൂട് കുപ്പായം അവർ മിറിക്ക് നൽകുന്നു. അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുകയാണ് കേട്ടോ. പിന്നീട് അവർ പറയുന്നത് എന്താണ്? സ്കൂളിൽ നിന്നും പഠിപ്പിച്ച പാഠങ്ങളൊക്കെ ഞങ്ങൾ നിനക്ക് വേണ്ടി പറഞ്ഞു തരാം മിറി എന്ന്. അപ്പോൾ അവിടെ അവർ ആരാവുകയാണ്? ആ കൊച്ചു കൂട്ടുകാർ നന്മയുടെ പൂക്കളായി മാറുകയാണ്. പിന്നീട് അധ്യാപകരോട് പറയുന്നു മിറിയുടെ അവസ്ഥയൊക്കെ. പിന്നീട് അധ്യാപകരും ഈ കുട്ടിയുടെ സംരക്ഷണം ഏറ്റെടുക്കുകയാണ്. വളരെ സങ്കടപ്പെടുത്തുന്ന ഒരു കഥയാണ് അല്ലേ? അച്ഛനും അമ്മയും ഇല്ലാതാവുന്നു, പിന്നെ ഇരുട്ടിലാവുന്ന ആ കൊച്ചു കുട്ടിയുടെ ജീവിതത്തിലേക്ക് വെളിച്ചമായി വരുന്ന കൂട്ടുകാരുടെ കഥ. നന്മയുടെ പൂക്കളായി മാറുന്ന കൂട്ടുകാരാണ് അല്ലേ? വളരെ മനോഹരമായ കഥയാണ്. ഇത് നാടക രൂപത്തിലൊക്കെ നമുക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. മനോഹരമായ ഒരു നാടകമാക്കി നിങ്ങളോട് മാറ്റാൻ പറഞ്ഞാൽ നിങ്ങൾക്കതിന് പറ്റണം. അതിന് നമ്മൾ എന്ത് ചെയ്യേണ്ടതായിട്ടുണ്ട്? ഈ പാഠം എങ്ങനെയാണ് നാടകമാക്കേണ്ടതെന്നൊക്കെ നിങ്ങൾക്ക് അറിയേണ്ടതുണ്ട് അല്ലേ? അപ്പോൾ ഞാൻ നിങ്ങളോട് പറയുകയാണേ, നമ്മുടെ സൈലത്തിലൊരു ഓൺലൈൻ ബാച്ച് ഉണ്ട് എന്ന് എല്ലാവർക്കും അറിയാലോ. പൃഥ്വി ഇതാ ഇവിടെ പലരും അതിൽ ജോയിൻ ചെയ്തിട്ടുണ്ടാവും. പക്ഷേ ഇതുവരെ ജോയിൻ ചെയ്യാത്തവരുണ്ടാവും. അപ്പോൾ ഇനി എന്തിനാ ജോയിൻ ചെയ്യണോ, നമുക്കൊരു എക്സാം ഒക്കെ കഴിഞ്ഞതല്ലേ എന്നൊക്കെ വിചാരിക്കുന്നുണ്ടാവും അല്ലേ പലരും. പക്ഷേ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഇനിയും വൈകിയിട്ടില്ല. ഇതാ നിങ്ങൾക്ക് വേണ്ടി ഒരു വലിയൊരു ഓഫറും സൈലത്തിലുണ്ട്. നമ്മുടെ വിദ്യാരംഭത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഓഫർ
അവസാനിച്ചിട്ടില്ല, വീണ്ടും ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. 15% ഓഫറാണ് നിങ്ങൾക്കുള്ളത്. ഇതുവരെയുള്ള ആ ഒരു ഫീ, വളരെ കുറഞ്ഞ ഫീസാണ് നമ്മുടെ സൈലത്തിലുള്ള ഓൺലൈൻ ബാച്ചുകൾക്കുള്ളത്. ഇത് 15% കുറഞ്ഞ ഒരു പൈസ മാത്രമാണ് നിങ്ങൾ ഇതിലേക്ക് അടയ്ക്കേണ്ടത്. അടിപൊളിയായിട്ട് പാഠങ്ങളൊക്കെ പഠിച്ച് മുന്നോട്ട് പോകാനുള്ള ഒരു എന്താ അവിടെ ഉണ്ട്, ഓപ്പർച്യൂണിറ്റി അവിടെ ഉണ്ട് അല്ലേ. ഡെയിലി ലൈവ് ക്ലാസ്സുകൾ, റെക്കോർഡഡ് ക്ലാസ്സുകളൊക്കെ ഉണ്ടെന്ന് നിങ്ങൾക്കറിയാം. അതുകൂടാതെ ഇത്തരത്തിലുള്ള ഒരു കഥയെ നാടക രൂപത്തിലാക്കുന്നതും, മലയാളത്തിൻ്റെ കാര്യമാണ്, മറ്റു വിഷയങ്ങളും ഇതുപോലെ അല്ലേ. ഇനി ഞാൻ പറഞ്ഞു വരുന്നത് 5ാം ക്ലാസ്സിലാണ് നിങ്ങൾ പഠിക്കുന്നത്. 7ാം ക്ലാസ്സിൽ എത്തുന്ന സമയത്ത് USS പരീക്ഷ ഉണ്ടെന്ന് എല്ലാവർക്കും അറിയാലേ. നമ്മൾ 5, 6, 7 ക്ലാസ്സിൽ പഠിക്കുന്ന കാര്യങ്ങളാണ് USS പരീക്ഷയ്ക്ക് വരുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് മുതലേ നമ്മൾ എന്ത് ചെയ്യേണ്ടതായിട്ടുണ്ട്, അത് തറവായിട്ട് ആഴത്തിൽ നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ആരും മറക്കണ്ട, ഈ ഒരു VDM 15 എന്ന് പറയുന്ന ഒരു കൂപ്പൺ കോഡ് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് നമ്മുടെ ഈ ഒരു ഓഫർ സ്വന്തമാക്കാം. താഴെ കാണുന്ന നമ്പറിലൊന്ന് വിളിച്ചാൽ മതി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ. അപ്പോൾ പെട്ടെന്ന് എല്ലാ ഫ്രണ്ട്സിനെയും പോയിട്ട് വിവരം അറിയിച്ചോളൂ. കൂട്ടത്തിൽ നമ്മുടെ മിറിയുടെ കഥ പാഠപുസ്തകത്തിൽ നിന്നും ഒന്ന് വായിച്ചു നോക്കാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ മറ്റൊരു ക്ലാസ്സിൽ കാണാം. അതുവരേക്കും ബൈ.